എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ഈദ് ആശംസകൾ. ഈദ് റിലീസായ ഒരു സിനിമാക്കാരൻ എന്ന ചിത്രത്തിന്റെ വിശേഷങ്ങളുമായിട്ട് സംവിധായകനും നായകനും നായികയുമാണ് ഇന്ന് ഷോയിലുള്ളത്. സംവിധായകൻ ലിയോ ചേട്ടൻ, വിനീതേട്ടൻ, രജിഷ. വെൽക്കം ടു ദ ഷോ. അപ്പോൾ ആദ്യം തന്നെ കൈരളി പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്ന് ഞാനൊരു ഈദ് ആശംസകൾ പറയുകയാണ്. ഇത് ഭയങ്കര സ്പെഷ്യൽ ഈദായിരിക്കും നിങ്ങൾക്ക് അല്ലെ, ഒരു സിനിമ റിലീസാവുക ഇങ്ങനത്തെ ഒരു ഫെസ്റ്റിവൽ സമയത്ത് പറയുമ്പോൾ. അപ്പോൾ വിനീതേട്ടൻ ഇരിക്കുമ്പോൾ ഒരു ഈദ് സ്പെഷ്യലൊക്കെ ആകുമ്പോൾ വിനീതേട്ടൻ എന്തായാലും ഒരു 4 വരി പാടണം. പെരുന്നാളിന് ഞാൻ ആദ്യം പാടിയ പാട്ട് കസവിൻ്റെ തട്ടമിട്ട് വെള്ളിയരഞ്ഞാണമിട്ട് പൊന്നിൻ്റെ കൊലുസുമിട്ടൊരു മുഞ്ചത്തി കൂന്താലി പുഴയൊരു വമ്പത്തി കൂന്താലി പുഴയൊരു വമ്പത്തി ഇവളുടെ മുന്നും പിന്നും കണ്ടു കൊതിച്ചവർ മിന്നും മെഹറും കൊണ്ടു നടന്നവർ കൂനിക്കോടി താടി വളർത്തി കയറൂരി പാഞ്ഞു കന്നി പഹയത്തി കൂന്താലി പുഴയൊരു വമ്പത്തി. അപ്പോൾ ഒരു സിനിമാക്കാരൻ, ഒരു സിനിമ സംവിധായകനാവാനുള്ള ഒരാളുടെ സ്വപ്നത്തിലേക്കുള്ള ഒരു ജേണി, അതിൽ കൂടുതൽ എന്താണ് ഒരു സിനിമാക്കാരൻ? സിനിമ ഇതിൻ്റെ ഒരു ബാക്ക്ഡ്രോപ്പാണ്. ഈ കഥാപാത്രത്തിൻ്റെ ആൽബി എന്ന് പറയുന്ന വിനീത് ചെയ്യുന്ന കഥാപാത്രത്തിൻ്റെ ഒരു ലൈഫിൻ്റെ ഒരു ബാക്ക്ഡ്രോപ്പാണ് സിനിമ എന്ന് പറയുന്നത്. അപ്പോൾ ആ ലൈഫിൽ സംഭവിക്കുന്ന വളരെ എന്ന് വെച്ചാൽ ഒരു സിനിമയിലേക്ക് എത്താൻ ആഗ്രഹിച്ച് അയാളങ്ങനെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ അയാളെ കുടുംബവും അയാളുടെ കുടുംബത്തിലുണ്ടാകുന്ന ചില കാര്യങ്ങളും അയാളുടെ ലൈഫിൽ വന്നുപെടുന്ന ചില സംഭവങ്ങളും അതിൻ്റെ റെസൊല്യൂഷൻസ്, അങ്ങനെയാണ് സിനിമയുടെ ഒരു ജേണി. സിനിമ എന്താ വെയിലത്ത് ഉണക്കാൻ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും അതുപോലെ ഒരു ഡയലോഗിൽ എന്താ കൈ ഇങ്ങനെ ആടുന്നല്ല, ഇത് വിറക്കുന്നതാണ്. അപ്പോൾ എപ്പോഴും ഞങ്ങൾക്ക് എപ്പോഴും അടുത്ത വീട്ടിലെ ഒരാളാണ്, അധികം അതിഭാവുകത്വങ്ങളൊന്നും ഇല്ലാത്ത ഒരു നായകനാണ് ഞങ്ങളെ സംബന്ധിച്ച് വിനീതേട്ടൻ. ഇതും അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു. പക്ഷേ ഇതിന് എന്തൊക്കെയാണ് വേറൊരു ഡയമെൻഷനായിട്ട് പറയാനുള്ളത്? ഇതിൽ ചില സർപ്രൈസസ് ഉണ്ട് ഈ സിനിമയിൽ. ഓക്കെ, പറയാൻ പറ്റില്ല. അല്ല, ആ സർപ്രൈസസ് ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഈ ഒരു സിനിമയിലേക്ക് ആകർഷിച്ചത്. ഇപ്പോൾ ലിയോ ചേട്ടൻ എൻ്റെ അടുത്ത് വന്ന് സ്ക്രിപ്റ്റ് ഫസ്റ്റ് പറയുന്നതിന് മുമ്പ് തന്നെ ഈ സ്ക്രിപ്റ്റിനെ പറ്റിയിട്ട് എൻ്റെ അടുത്ത് പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട്. ആദ്യം പറയുന്നത് നിവിനാണ്. അപ്പം നിവിൻ്റെ അടുത്ത് ലിയോ ചേട്ടൻ ഈ സിനിമ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്നോട് നിവിനിങ്ങനെ പറഞ്ഞു, ആ സബ്ജക്റ്റ് ഒന്ന് കേട്ടു നോക്കാം, അത് എനിക്കൊരു തരിപ്പ് തോന്നിയ സബ്ജക്റ്റാണെന്ന് പറഞ്ഞു. അതിനുശേഷം ലാലുവേട്ടൻ വിളിച്ചിട്ട്, ഡയറക്ടർ ലാലുവേട്ടൻ വിളിച്ചിട്ട് ഒരു ദിവസം ഇങ്ങനെ പറഞ്ഞു, ലിയോ ചേട്ടൻ ഇങ്ങനെ വിനീതിൻ്റെ അടുത്ത് അത് പറയാൻ ഉള്ളൊരു പ്ലാൻ ഉണ്ട്. അതിനു മുമ്പ് തന്നെ നിവിൻ എൻ്റെ അടുത്ത് ഇതിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഇതിൻ്റെ LG ഫിലിംസിൻ്റെ വിനോദേട്ടനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്ക്രിപ്റ്റ് എൻ്റെ അടുത്ത് ലിയോ ചേട്ടൻ വന്ന് നറേറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഭയങ്കര ബിൽഡപ്പ് ഉണ്ടായിരുന്നു ഇവരുടെയൊക്കെ ഭാഗത്തുനിന്ന്. പക്ഷേ ആ ബിൽഡപ്പിൽ ഞാനത് കേട്ടിട്ടും എനിക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് തോന്നി സ്ക്രീൻ പ്ലേ. അതായത് അത്രയും തവണ കേട്ട് പിന്നെ കേട്ടപ്പോഴും എക്സൈറ്റിംഗ് ആയിട്ട് തോന്നി. ഇതിൻ്റെ ഇന്റർവെല്ലിന് എനിക്ക് ശരിക്കും ഒരു സെക്കൻഡ് ഹാഫിൽ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയാൻ ഭയങ്കര ഒരു കൗതുകം ഉണ്ടായിരുന്നു. ആ ഒരു സ്ഥലത്താണ് ഇതിൻ്റെ ഇന്റർവെൽ പറഞ്ഞു നിർത്തിയത്. അപ്പോൾ ആ ഒരു കൗതുകം സ്ക്രീനിൽ സിനിമ കാണുമ്പോഴും ആൾക്കാർക്ക് ഫീൽ ചെയ്യുന്നുള്ളതാണ് നമ്മുടെ ഒരു തോന്നൽ. ഇനി രജിഷ ഇതിൽ എക്സൈറ്റ് ചെയ്തൊരു എലമെന്റ് ആണ് എന്താണ്? വിനീതേട്ടനെ കാണാൻ വൻ ലുക്കാണ്. അത് അല്ല, എല്ലാരും പറയുന്നുണ്ട്. ഒന്നാമത് ശരിയാണ്, ഒരു ഡിഫറെന്റ് സ്റ്റൈലൊക്കെ ആണല്ലോ. ഒരു ടീഷർട്ട് അങ്ങനെ ആയിപ്പോയി. പിന്നെ എവി കഴിഞ്ഞിട്ടല്ലേ വരുന്നത്. പിന്നെ താടി. രജിഷ ഇതിന്റെ ഇടയിൽ ഒരു ദിവസം എന്നോട് പറഞ്ഞാണ്, എന്നോട് സംസാരിക്കുമ്പോൾ പറഞ്ഞാണ്, അതായത് എബിയിൽ കാണാനൊരു പൊട്ടനെ പോലെ ഇതിൽ നിങ്ങൾ കുറച്ച് മനുഷ്യപ്പറ്റിൽ കണ്ടപ്പോൾ ആൾക്കാർക്ക് ഭയങ്കര ലുക്കായിട്ട് തോന്നുന്നു. അല്ല, ഞാനിങ്ങനെ അല്ല, എനിക്ക് തോന്നുന്നു ഇതുവരെ ഞാൻ വിനീതേട്ടനെ കണ്ടതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു സിനിമയിലാണ്. അത് ഈ താടി വെച്ചോണ്ടായിരിക്കും അല്ലേ? താടി ഒരു ട്രെൻഡ്. അത് ലിയോ ചേട്ടൻ സംവിധായകന്റെ അഭിപ്രായ പ്രകാരമാണോ താടി വെച്ചത്?
അല്ല, സംവിധായകനെ കണ്ട് അദ്ദേഹത്തിന്റെ ലുക്കിൽ നിന്നും ഇൻസ്പയർ ചെയ്തിട്ട്. അപ്പൊ ഇതില് ക്യാരക്ടർ എങ്ങനെയാണ്? ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ സിനിമ ഒരു സിനിമാക്കാരനാണ്. വിനീതേട്ടന്റെ സിനിമയാണ്. വിനീതേട്ടന്റെ എന്റെ തല എന്റെ ഫുൾ സൈസ്. അതെ, അദ്ദേഹത്തിന്റെ സ്ട്രഗിളും അദ്ദേഹത്തിന്റെ സ്റ്റോറിയാണ്. അപ്പൊ സിനിമ ഒരു ബാക്ക്ഡ്രോപ്പ് ആണ്. അതുപോലെ തന്നെ ആൽബിയുടെ വൺ ഓഫ് ദി മോസ്റ്റ് ക്രൂഷ്യൽ ക്യാരക്ടേഴ്സ്, ആൽബി ഏറ്റവും കൂടുതൽ ലിങ്ക്ഡ് ആയിട്ടിരിക്കുന്ന ഒരു ക്യാരക്ടറാണ് സാര. കാരണം ഗേൾ ഫ്രണ്ട് പിന്നെ ഭാര്യയാണ്. അപ്പം ആൽബിയെ എന്താ പറയാ വളരെയധികം എന്താ പറയാ ഇന്നസെന്റ് ആയിട്ട് ഇഷ്ടപ്പെടുന്ന, ജീവനതുല്യം സ്നേഹിക്കുന്ന ഒരു കുട്ടിയാണ്. സിനിമയെ കുറിച്ച് ഒരു ബോധമില്ല, ഒന്നിനെ കുറിച്ച് വലിയ അറിവൊന്നുമില്ല. പക്ഷേ ആൽബിക്ക് എന്താ ഇഷ്ടം, ലെറ്റ് ഹിം ഡു ഇറ്റ്, ഫുൾ സപ്പോർട്ട്. അപ്പോൾ സിനിമയുടെ ഈ ഒരു സർപ്രൈസ് അത് എന്നൊക്കെ പറയില്ല. അപ്പോൾ ഒരു സമയത്ത് എത്തുമ്പം ഈ പെൻഡുലം പോലെയാണ്. അതായത് ആൽബിയുടെ ക്യാരക്ടർ ഒരു സോണിലും സാരയുടെ ക്യാരക്ടർ ഒരു സോണിലും ആയിരിക്കും. അപ്പൊ അത് പ്രേക്ഷകർ ആരുടെ കൂടെ നിൽക്കും എന്നുള്ളതൊക്കെയാണ് ഡയറക്ടറുടെ കഴിവ്. അങ്ങനെയൊക്കെ പോകുന്നുണ്ട് അല്ലേ? അയ്യോ, അങ്ങനെ ഒരുപാട് ഹൈ എക്സ്പെക്ടേഷന് വേണ്ടി അങ്ങനെയല്ല, എന്നാലും ഇങ്ങനെ ഇത്രയും സ്നേഹിച്ചു നിൽക്കുന്ന രണ്ടുപേര് ഇത്തിരി അകലുമ്പോ തന്നെ ഫീൽ ചെയ്യേണ്ടതാണ് പ്രേക്ഷകർക്ക് എന്തായാലും. അപ്പൊ ഇതിലെ ബാക്കി കഥാപാത്രങ്ങൾ, മട്ടാഞ്ചേരിയിലെ കുട്ടിയുടെ അച്ഛനെ, അങ്ങനെ പിന്നെ രഞ്ജി പണിക്കർ സാർ, അപ്പൊ ബാക്കി കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്? എന്തൊക്കെ കഥാപാത്രങ്ങളാണ് അവര്? വിനീതിന്റെ ഫാദറായിട്ട്, അപ്പച്ചനായിട്ട് അഭിനയിക്കുന്നത് രഞ്ജിയേട്ടനാണ്. അദ്ദേഹം ഒരു ജാക്കബിൻ പ്രീസ്റ്റ് ആണ്. അതുപോലെ സേറയുടെ അപ്പച്ചനായിട്ട് വരുന്നത് ലാലേട്ടനാണ്. വിക്ടർ എന്ന് പറഞ്ഞ മട്ടാഞ്ചേരിയിലെ ഒരു കക്ഷിയാണ്. പിന്നെ ഇവരുടെ അയൽക്കാരനുണ്ട്. അയൽക്കാരെന്ന് പറഞ്ഞ് വിജയബാബും അനുശ്രീ ഒരു കപ്പിളാണ് ഇവരുടെ. ഇവര് കൂടുതൽ സമയം മിങ്കിൾ ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ അതാണ് തൊട്ടടുത്ത വീട്ടിൽ ഉള്ളവർ. പിന്നെ ആ ഫ്ലാറ്റിലുള്ള കുറേ കഥാപാത്രങ്ങളുണ്ട്. നമ്മൾ ഈ സിനിമയുമായി ബന്ധപ്പെട്ട എല്ലാവരെയും നമ്മൾ അത് സിനിമാക്കാരനാണ് വളരെ ജനറൽ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു വാക്കാണ്. പക്ഷെ എങ്ങനെയാണ് ഇങ്ങനെ ഒരു ടൈറ്റിലേക്ക് എത്തുന്നത്? ഞങ്ങൾ കുറേ ടൈറ്റിൽ അടികൂടി എന്താ പറയുന്നത്, ഇത് വേണം ഇത് വേണം. പിന്നെ നിങ്ങളുടെ ഒരു കോമ്പിനേഷൻ മുമ്പേ സുഹൃത്തുക്കളാണോ അതോ ആദ്യമായിട്ട് ഇപ്പോഴാണോ മീറ്റ് ചെയ്യുന്നത്? ഞാൻ ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇരുന്നതാണ് ആദ്യമായിട്ട്. അവിടെയാണ് ഞാൻ വിനീതേട്ടനെ കാണുന്നത്. അങ്ങനെയൊന്നുമില്ല, അത് ഞാനാണ് ഫുൾ അനുഭവിച്ചത്. കുഞ്ഞിരാമായണത്തിന്റെ പ്രൊമോഷന്റെ സമയത്ത് ഒരു ചാനലിന് വേണ്ടിയിട്ട് ഞാൻ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ അന്ന് വിനീതേട്ടനും ധ്യാൻ ചേട്ടനും അജു ഏട്ടനും 3 പേരും വന്നിട്ടുണ്ട്. അപ്പം അന്നാണ് ശരിക്കും ആക്ച്വലി ആദ്യമായിട്ട് ഞാൻ വിനീതേട്ടനെ കാണുന്നത്. അതെ, അപ്പം പിന്നെ അതിനുശേഷം നമ്മൾ ഒരു അവാർഡ് ഫംഗ്ഷനിൽ കണ്ടപ്പോൾ രജിഷ ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു, അതേ ഉള്ളൂ. പിന്നെ ഞാൻ ലിയോ ചേട്ടനെയാണ് ഡയറക്ട്ലി കാണുന്നത്. കഥ കേട്ടപ്പം ഞാനും അമ്മയാ കഥ കേൾക്കാൻ പോയത്. അപ്പൊ കഥ കേട്ട് ഞാൻ കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോഴോ എൻ്റെ അമ്മ ഇരുന്ന് കരയുന്നത്. അത്രയ്ക്ക് അമ്മയ്ക്ക് ഇഷ്ടമായിട്ട്. അപ്പം ആൻഡ് എൻ്റെ ക്യാരക്ടറിനേക്കാൾ കൂടുതൽ നമുക്ക് ചില സിനിമ സ്ക്രിപ്റ്റ് വെക്കുമ്പോൾ നമ്മളിങ്ങനെ നോക്കില്ലേ, ഓക്കെ എനിക്ക് എന്താ ചെയ്യാനുള്ള എനിക്ക്. പക്ഷെ ഇത് ലിയോ ചേട്ടൻ പറയുമ്പം ഞാൻ ഭയങ്കരമായിട്ട് പുള്ളി ഇൻവോൾവ് ആയിരുന്നു കഥയിൽ. എനിക്കൊന്ന് 2 വർഷത്തോളം ലിയോ ചേട്ടൻ ഇതിൽ വർക്ക് ചെയ്തുകൊണ്ടായിരിക്കും. സംസാരിക്കുമ്പം ആൽബി ലിയോ ചേട്ടനാണോ എന്നൊരു അത്രയും ഇമോഷണൽ ആയിട്ടാണ് പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പം കഥ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് എന്നെ അങ്ങ് ക്യാച്ച് ചെയ്തു. അത് ഭയങ്കര സന്തോഷം തോന്നിയിട്ട് സ്പോട്ടിൽ ലിയോ ചേട്ടൻ നമുക്ക് ഇപ്പം തന്നെ ചെയ്യാന്നുള്ളൊരു ഭയങ്കര എനർജറ്റിക് ആയിട്ട് ഞാൻ ഇതുവരെ ചെയ്ത 3 സിനിമയും അടിപൊളി സെറ്റ് ആയിരുന്നു, എല്ലാം നല്ല ആൾക്കാർ. പക്ഷെ ഇതില്ലേ ദിസ് വാസ് ലൈക്ക് ഫാമിലി. അതായത് അല്ലേ, നമുക്ക് സങ്കടമായിരുന്നു. ഒന്നാമത് വിചാരിച്ചാലും പെട്ടെന്ന് ഷൂട്ട് കഴിഞ്ഞു. ഞങ്ങളുടെ ലൊക്കേഷനിൽ വെച്ചാണ് രേഷയ്ക്ക് സംസ്ഥാന അവാർഡ് കിട്ടുന്നത്. അതുകൊണ്ട് അല്ലേ, അത് ഞാൻ ഓർക്കുന്നുണ്ട്. മീഡിയാസിനോട് സംസാരിച്ചപ്പോ ഒരു സിനിമാക്കാരന്റെ ലൊക്കേഷനാണ് പറഞ്ഞത്. ഞാൻ ചെന്നപ്പോ ഇത്ര വലിയൊരു കേക്ക് ഒക്കെ ആയിട്ട് കൃത്യമായിട്ട് പറയും, കേൾക്കാൻ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും. അല്ല, എനിക്ക് ഒന്നാമത് ഒരു ഐഡിയ ഇല്ലായിരുന്നു ഇങ്ങനെ ഒരു സാധനം വരാൻ പോകുന്നത്. ഇല്ല, ഞാൻ അതെ അതെ ഞാൻ എന്റെ അച്ഛനമ്മ എല്ലാരും ഷോക്ക്ഡ്. അതായത് ഷോക്ക്ഡ് എന്ന് ശരിക്കും പറഞ്ഞ മരണ വീടുമല്ല, അത്രയ്ക്ക് ഷോക്ക്ഡ് ആയിരുന്നു. ഞാൻ സെറ്റിൽ എത്തുമ്പോ അവിടെ എല്ലാരും ഷോക്ക്ഡ്. ഇവക്കോ അതെ ഡൗട്ട്. എന്നാലും ഇവക്ക് കിട്ടിയതല്ലേ, വാ നമുക്ക് സെലിബ്രേറ്റ്. പിന്നെ എനിക്ക് സമാധാനം തന്നിട്ടില്ല. അയ്യോ സ്റ്റേറ്റ് അവാർഡ് വേണ്ടായിരുന്നു എന്ന് തോന്നിപ്പോയിട്ട്. അങ്ങനെ സ്റ്റേറ്റ് അവാർഡ് എന്ത് പറഞ്ഞാലും മനുഷ്യന്, അതായത് അതുവരെ ചീത്ത പറഞ്ഞ വലിയ ആളാണ്. അങ്ങനെ അഭിനയിക്കും ഇങ്ങനെ അഭിനയിക്കുന്നൊക്കെ. അപ്പൊ ഞാൻ അവിടെ നിന്ന് കുറച്ചൊന്ന് വിനീതേട്ടനൊക്കെ ഉണ്ടായിരുന്നു അന്ന്.
എല്ലാവരും അതെ അല്ലേ? ഓക്കെ. വിനിതേട്ടന് തോന്നിയോ ഇവക്കോ വെറുതെ പറയുന്നത്? ഐ നോ യു വിൽ ടേക്ക് ഇറ്റ് ഇൻ ദ റൈറ്റ് ഓഫ് കോഴ്സ് അപ്പോ എവിടെയാണ് ഷൂട്ടിംഗ് ഒക്കെ? എവിടെയായിരുന്നു? കൊച്ചിയിൽ, എറണാകുളം തന്നെയായിരുന്നു. എനിക്ക് ഇവരുടെ ഇതിൽ എനിക്ക് ഞാൻ പ്രതീക്ഷയേക്കാൾ കൂടുതൽ ഇവരുടെ നിങ്ങൾ ചോദിച്ച പോയിന്റ് എന്ന് പറയണ ഭയങ്കര കെമിസ്ട്രി വർക്ക് എനിക്ക് തോന്നുന്നു ഹീൽസ് ഇടണ്ടല്ലോ. പോയിന്റ് കറക്റ്റ് അല്ലേ? ഇപ്പൊ മലയാളത്തില് ഒരുപാട് സൽമാനും ഒഴിച്ച് ബാക്കി എല്ലാവരും വലിയ ഹൈറ്റ് ഒന്നും. അത് ശരി, അത് കറക്റ്റ് ആണ്. പക്ഷെ എന്നാലും നമ്മള് ഈ ജനറേഷൻ പറഞ്ഞൊരു വഴിക്ക് എത്തിച്ചു. അല്ല, ഞാൻ പോസ്റ്റേഴ്സിലൊക്കെ കണ്ടപ്പോ ഞാൻ ശ്രദ്ധിച്ചു അങ്ങനെ. അല്ലെ, ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് നിൽക്കാൻ പറ്റും. ഹീൽസ് ഇടാൻ പറഞ്ഞാൽ അത്ര കംഫർട്ടബിൾ കാര്യം എനിക്ക് തോന്നുന്നു. കെമിസ്ട്രി ഒരു ഹീൽസിന്റെയോ ഹൈറ്റിന്റെയോ മാറ്റർ അല്ലേ ഇപ്പം? അല്ലെ, ഫോർ എക്സാമ്പിൾ ഇപ്പം പണ്ട് നമ്മള് ഇപ്പം അമിതാഭ് ബച്ചൻ ജയ ബച്ചന്റെ ഒക്കെ കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ കല്യാണം വരെ എത്തി. സോ അങ്ങനെ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഉദ്ദേശിക്കുന്നത് കെമിസ്ട്രി ഡസ് നോട്ട് ഹാപ്പൻ ബിക്കോസ് ഓഫ് ഹൈറ്റ്. കെമിസ്ട്രി അത് എങ്ങനെയോ ഒന്ന് വന്നു പോകുന്നത്. എനിക്കൊരു ക്യാരക്ടർ, അതായത് എനിക്ക് സ്ക്രിപ്റ്റിൽ ഭയങ്കര അത് എനിക്ക് ആൽബി എന്ന് പറയുന്ന ക്യാരക്ടർ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഐ തിങ്ക് സിമിലർലി സാറയുടെ ക്യാരക്ടർ. അപ്പൊ നമുക്ക് ഓപ്പോസിറ്റ് ക്യാരക്ടറിനോട് ഒരു ഇഷ്ടം വരുമ്പം അത് എനിക്ക് തോന്നുന്നു കെമിസ്ട്രി ആയി മാറുന്നു. പിന്നെ എനിക്ക് സത്യം പറഞ്ഞ ഇതിന്റെ ട്രെയിലർ കണ്ടപ്പോ ഇതിന്റെ ബാക്കി എന്തായിരിക്കും എനിക്ക് കാണണം എന്ന് തോന്നി. ട്രെയിലറിൽ ഏതാ പറ? അവസാനത്തെ ലാസ്റ്റ് ഷോട്ടാണ്. എന്താ ഫോറൻസിക് റിപ്പോർട്ടിലാണോ പറയുന്നത്? അല്ല, പിന്നെ എന്താന്ന് പറയട്ടെ, ഞാൻ നിന്റെ അച്ഛൻ പിന്നാലെ വരുന്നുണ്ടോ നോക്ക്. ഇല്ല നീ നോക്ക്, ഇനി അച്ഛൻ പിന്നാലെ വരുവോ? കാരണം അതുവരെ ഭയങ്കര ധൈര്യം, നിന്നെ ഒരാളും തൊടില്ല, തൊടാൻ അതൊക്കെ നിവൃത്തികേടുകൊണ്ട് പറയുന്നത്. അപ്പോ ഇനി പെരുന്നാൾ വിശേഷങ്ങൾ എനിക്ക് ആദ്യം ഇവിടെ ചോദിക്കണം. കോഴിക്കോട്ടുകാരിയല്ലേ, നമ്മൾ പെരുന്നാൾ എങ്ങനെയാലും ഒരു ബിരിയാണിയെങ്കിലും എല്ലാ പെരുന്നാളിനും കഴിച്ചിട്ടുണ്ടാവില്ലേ? എങ്ങനെയാണ് പൊതുവെ? പെരുന്നാളിനേക്കാൾ എനിക്ക് എക്സൈറ്റിംഗ് ആയി തോന്നുന്ന നോമ്പുകാലാണ്. എന്താ പറയുക, നമുക്ക് നോമ്പ് ഇല്ലാണ്ടാനും പക്ഷെ വൈകുന്നേരം ആകുമ്പോൾ ഈ മൊത്തം പലഹാരം കിട്ടുകയും ചെയ്യും. അപ്പൊ മുസ്ലിം ഫ്രണ്ട്സിന്റെ വീട്ടിലൊക്കെ പോയി നോമ്പ് തുറക്കുന്ന സമയത്ത് ഫുഡിനെ കുറിച്ച് സംസാരിച്ച ഇന്റർവ്യൂ മൊത്തം ഫുഡിനെ കുറിച്ചോ. ഞാന് ചില സീനിലൊക്കെ നമ്മള് വിനീതേട്ടനായിട്ട് ഇങ്ങനെ മോണ്ടാജ് ഷോട്ട്സിൽ നമ്മൾ വെറുതെ സംസാരിക്കുന്നത്, ഡയലോഗ്സ് ഓഡിയൻസ് കേൾക്കില്ലല്ലോ. മൊത്തം ഫുഡ്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വിനീതേട്ടൻ ബിരിയാണി കോഴിക്കോട് ആ ബിരിയാണി കഴിച്ചിട്ട് ഈ ബിരിയാണി കഴിച്ചിട്ട് വിനീതേട്ടൻ മൊത്തം സങ്കടം മൂടായിരിക്കും കേട്ടോ. എടീ എന്നാലും എനിക്ക് ഇമോഷണൽ ആയിട്ടുള്ള സീക്വൻസ് ആയിരിക്കും. അപ്പൊ ഇവള് ഇരുന്ന് സംസാരിക്കുന്ന ബിരിയാണിനെ പറ്റിയിട്ടായിരിക്കും. അത് ഭയങ്കര ഡിസ്ട്രാക്ഷൻ ആണ്. രണ്ടുപേരും ഭയങ്കര ഫുഡ് ഭയങ്കര അന്ന് എന്റെ അടുത്ത് വിനീതേട്ടൻ എന്ന് പറഞ്ഞു, ഞാൻ വിചാരിച്ചു ഇത്രയും കാലം ഈ ലോകത്ത് ഏറ്റവും വലിയ ഫുഡി ഞാനാണ്. നീ മൊത്തം തേച്ചൊട്ടിച്ച് പുളി അല്ല, ഇതുവരെ ഇങ്ങനത്തെ ഒരു ഫുഡിനെ കുറിച്ചുള്ള ഒരാളെ കണ്ടിട്ടില്ലല്ലോ. പെൺകുട്ടികൾ ഞാൻ 1-2 പേരെ കണ്ടിട്ടുണ്ട് ഒരുമിച്ച് അഭിനയിച്ചതില്. പൊതുവെ ഹീറോയിൻസ് ഫുഡിനെ പറ്റി പറയൂല. ഞാൻ ഫിറ്റ്നസിനെ പറ്റിയിട്ടൊക്കെ സംസാരിക്കാം. എത്ര സമയം ജിമ്മിൽ ജിം എന്ന് പറയുന്ന ഒരു വാക്ക് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോ ഈ സിനിമയിൽ ഒരു പാട്ട് പാടിയിട്ടുണ്ട് അല്ലെ? അത് ഒരു മെലഡി ആണോ അതോ? അത് കുറച്ച് ഹൈ പിച്ചിലുള്ള പാട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ കസവിന്റെ തട്ടം പാടിയത്. ഇപ്പോ ലിയോ ചേട്ടൻ മൂന്നാമത്തെ സിനിമയാണ്. ഈ സിനിമയുടെ ഒരു തോട്ട് ആദ്യം വന്നത് എങ്ങനെയാണ്? ഒരാൾ ഒരിക്കലും ഒരു കഥ പറയാനായിട്ട് എൻ്റെ അടുത്ത് വന്നു. അപ്പോൾ അത് ആ കഥ കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ പുള്ളിയുടെ അടുത്ത് ഈ കഥ ഒന്ന് ചുമ്മാ പറഞ്ഞു. അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് എന്താണ് എന്താ ഇത് ചെയ്യാത്ത, ഇതൊന്ന് ചെയ്തൂടെ എന്ന് ചോദിച്ചപ്പോഴാണ് എനിക്കിത് സ്ട്രൈക്ക് ചെയ്ത്. ഈ ഒരു കഥ കൊള്ളാലോ. അയാളന്ന് ഇറങ്ങിപ്പോ ആലോചിച്ചിട്ടുണ്ട്, ഒരു കഥ പറയാൻ വേണ്ടി വന്നു. അപ്പൊ ഞാൻ അങ്ങനെ നേരെ സത്യം പറഞ്ഞാല് ശ്രീനിയേട്ടൻ്റെ അടുത്തേക്ക് പോയി. അപ്പോൾ പുള്ളിയുടെ അടുത്ത് ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ കഥകൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. അതിങ്ങനെ ഇങ്ങനെ ചെയ്താൽ കൊള്ളാമെന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി പറഞ്ഞു ഇത് നന്നാവും എന്ന് പറഞ്ഞു. അങ്ങനെയാണ് അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ, അപ്പോൾ എനിക്ക് കുറച്ചുകൂടി ധൈര്യം കിട്ടി. അങ്ങനെയാണ് ഞാൻ അടുത്ത സ്റ്റെപ്പിൽ ലാലുച്ചേൻ്റെ അടുത്ത്, ലാൽ ജോസിൻ്റെ അടുത്ത് കഥ പറയുന്നത്. അപ്പം അങ്ങനെ ഒരു പ്രോസസ്സിലൂടെയാണ്. ആരാണ് വിനീതേട്ടനെ സജസ്റ്റ് ചെയ്യുന്നത് സ്വന്തമായിട്ട്? വിനീതിനെ സജസ്റ്റ് എനിക്ക് തന്നെ ഇങ്ങനെ തോന്നി. കാരണം അതെ. അപ്പൊ അന്ന് ഞാൻ ആദ്യം
വിനീതിൻ്റെ അടുത്ത് പറയുമ്പോൾ വിനീത് ഇപ്പോൾ ശരിയാവൂല, കഥ പോലും കേൾക്കാനായിട്ട് സമയമില്ല വിനീതിന്. അതെ അതെ അതെ. അപ്പൊ എനിക്ക് തോന്നുന്നു വേറെ ഏതോ പ്രൊജക്റ്റുകളൊക്കെ നടക്കുകയാണ്. അപ്പൊ ഞാൻ വീണ്ടും പറഞ്ഞപ്പോഴേക്കും പുള്ളി വളരെ ഡിപ്ലോമാറ്റിക് ആയതുകൊണ്ട് വളരെ ഡിപ്ലോമാറ്റിക് അല്ലല്ല അത്ര തിരക്കായിരുന്നു ആ സമയത്ത്, അതുകൊണ്ടായിരിക്കാം. ഞാൻ വിചാരിച്ചു ശ്രീനി ചേട്ടൻ അങ്ങനത്തെ ഏർപ്പാടില്ല തോന്നുന്നു. അച്ഛനല്ല എന്നോട് അല്ല, ശ്രീനി ചേട്ടൻ അങ്ങനെ എന്തെങ്കിലും ഇഷ്ടപ്പെട്ട ഇങ്ങനെ ഞാനൊരു കഥ കേട്ടു അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല വീട്ടില്? ഇടയ്ക്ക് പറയാറുണ്ട്. ആണല്ലേ? പരീക്ഷിക്കണ്ടായിരുന്നു. ഇടയ്ക്ക് പറയാറുണ്ട്, പക്ഷെ ഞാൻ എന്റെ ഇഷ്ടത്തിന് അങ്ങനെയല്ല, പറയാറുണ്ട്, ഡിസ്കസ് ചെയ്യാറുണ്ട്. ശരിക്കും ഈ വിനീതേട്ടൻ എവിടുന്ന കിട്ടിയ? അച്ഛൻ്റെ അടുത്താണോ അമ്മയുടെ വരുന്ന വഴിക്ക് വാങ്ങിയതാ? ഇതിപ്പോഴല്ലോ, പണ്ട് വരുന്ന സമയത്ത് ഉണ്ടല്ലോ വാങ്ങിച്ചിട്ടുണ്ടല്ലോ. അപ്പോ ഈ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ്. ഇനി ചെയ്യാൻ പോകുന്ന കാര്യം ഞങ്ങൾക്കൊരു എന്താ പറയാ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇനിയും ഒരു ആക്ടറായിട്ടായിരിക്കും അല്ലെങ്കിൽ ഒരു ഡയറക്ടർ ആയിട്ടാണോ കാണുക? അച്ഛനായിട്ട് കാണും. അത് ശരി, അത് ഞങ്ങള് കണ്ടു. അത് എപ്പോഴാണ് സംഭവിക്കാൻ പോകുന്നത്? ഡേറ്റ് ആയി വരുന്നേ ഉള്ളൂ. ഓക്കെ, ബാക്കി നിങ്ങൾ ടെലികാസ്റ്റ് ചെയ്യുമ്പോഴേക്കും ചിലപ്പോ ദൈവം അനുഗ്രഹിച്ചാൽ നടക്കട്ടെ. അപ്പോ ഇനി വേറെ നിങ്ങൾക്ക് പെരുന്നാൾ വിശേഷങ്ങളൊന്നും ഷെയർ ചെയ്യാനില്ലേ? ആരുടെങ്കിലും വീട്ടിൽ പോയി ഫുഡ് അടിച്ചതെങ്കിലും പറയാനുണ്ടാവില്ലേ? ഫുഡ് കഴിക്കുന്ന ഷാന്റെ അടുത്ത് കമ്പോസിങ്ങിന് പോകുന്ന സമയത്താണ് ഞാൻ പെരുന്നാളിന്റെ നല്ല ഭക്ഷണം ഒരുപാട് കഴിച്ചിട്ടുണ്ട്. ചെറുപ്പത്തിൽ കഴിച്ചിട്ടുണ്ട്. ചെറുപ്പത്തിൽ നമ്മുടെ കൂടെ പഠിച്ച ഫ്രണ്ട്സിന്റെ ഒക്കെ വീട്ടിൽ പോകുമ്പോൾ നല്ല പലഹാരങ്ങളും നോമ്പ് തുറയുടെ സമയത്തുള്ള കുറെ ഐറ്റംസ് ഉണ്ടല്ലോ, അത് നന്നായിട്ട് കഴിച്ചു. എന്തെങ്കിലും പേരൊക്കെ അറിയോ? ഉന്നക്ക, മുട്ടമാല, അരിപ്പത്തിരി, ഇനി സാറിന് വർക്ക് ചെയ്തപ്പം ഏറ്റവും ഈസി ടു ഹാൻഡിൽ ആയിട്ട് തോന്നിയ ആക്ടേഴ്സ് ഇവരിൽ ആരാ? എന്നെ പറയൂ. രണ്ടുപേരല്ല, എനിക്ക് അങ്ങനെ ചീത്തൊക്കെ പറയോ സെറ്റില്? ഇല്ല. ഇനിയിപ്പം നമ്മള് ഒരു ടേക്ക് എടുത്ത് കുഴപ്പമില്ല, കുറച്ചും കൂടെ ചിലപ്പോൾ നന്നായില്ല എന്ന് വിചാരിച്ചോ, ജിയോ ചേട്ടാ ടേക്ക് എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്, നമുക്ക് ഒന്നുകൂടെ പോവാം. അല്ല, പക്ഷെ ഒരിക്കലും നമ്മൾ എന്താ പറയുക അങ്ങനെ ശകാരിക്കോ അല്ലെങ്കിൽ ഇതെന്തത് ഈ കൊള്ളില്ല അല്ലെങ്കിൽ അത് ചെയ്യും. കാരണം ചിലപ്പോൾ നമ്മൾ കോൺഫിഡൻസ് ഡൗൺ ആയി ഇനിയും മോശമാവും. ഞാനൊക്കെ അങ്ങനത്തെ ഒരാളാണ്. എനിക്ക് ചീത്തയായിട്ടായി പിന്നെ ഇങ്ങനെ കുറഞ്ഞു പോവുകയുള്ളൂ. ചിലപ്പോൾ നന്നായില്ലെങ്കിൽ നല്ലതൊന്നാണ് അടുത്താൽ ചിലപ്പോൾ കൂടുതൽ അങ്ങനെ ഒരു. അപ്പൊ എനിക്കൊന്ന് അതൊക്കെ നോക്കി മനസ്സിലാക്കിയിട്ട് ചെയ്താന്ന് തോന്നുന്നു. ഇല്ല, അത് എനിക്ക് തോന്നുന്നു ഇതൊരു ഞാൻ സെറ്റിൽ ഞാൻ അനുഭവിച്ചതൊരു ഭയങ്കര ടീം വർക്ക് പോലെയാണ്. അപ്പോൾ ഇപ്പോൾ ചില ഷോർട്സ് എനിക്ക് നന്നായി തോന്നിയാലും ചിലപ്പോൾ ഇവർക്ക് ആർക്കെങ്കിലും അത് മോശമായി തോന്നി ഇവർ ഷെയർ ചെയ്യും. പിന്നെ അത് മാത്രമല്ല, എനിക്കൊന്ന് ഓരോരോ സെറ്റിൽ അഭിനയിക്കുമ്പോൾ ഓരോ സ്റ്റാർസിന്റെ കൂടെ അഭിനയിക്കുമ്പോൾ യു ലേൺ സംതിങ് പുതിയതായിട്ട്, എസ്പെഷ്യലി എന്നെ പോലെയുള്ള ഒരാൾക്ക്. അപ്പം ഞാൻ ഭയങ്കര ബ്ലണ്ട് ആയിട്ടുള്ള ഒരു പേഴ്സണാണ്. ചിലപ്പം എപ്പോഴും എൻ്റെ അടുത്ത് ലിയോ ചേട്ടൻ പറയും, നീ ഭയങ്കര സ്ട്രെയിറ്റ് ഫോർവേഡാ, കുറച്ച് കുറയ്ക്കുന്നത്. അപ്പൊ എനിക്ക് എന്റെ മുഖത്ത് അപ്പോ ചില സമയത്ത് നമുക്ക് ഒരുപാട് ക്രിയേറ്റിവിറ്റി ഒക്കെ കയറി വന്ന് നമുക്ക് തോന്നും ഇത് അങ്ങനെ അല്ലെങ്കിൽ ഇത് ഇപ്പൊ എന്റെ ഡയലോഗ് വരെ ഞാൻ ഇങ്ങനെ പറഞ്ഞാലോ. അപ്പം ഇപ്പം ഡയറക്ടർ അടുത്ത് ആദ്യം തന്നെ പോയി പറയാൻ നമുക്കൊരു കാരണം ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ റെസ്പെക്റ്റിൽ കാണുന്ന, ഇൻഫാക്ട് ദൈവം പോലെ കാണുന്ന ഒരാളാണ് ഡയറക്ടർ ഷൂട്ട് ചെയ്യുന്ന സമയത്ത്. അപ്പൊ എനിക്ക് പോയി പറയാനൊരു, അപ്പൊ ഞാൻ ആദ്യം വിനീതേട്ടൻ്റെ അടുത്ത് ഷെയർ ചെയ്യും, വിനീതേട്ടൻ ഇങ്ങനെ ആയാലും. അപ്പൊ വിനീതേട്ടൻ ഭയങ്കര ഡിപ്ലോമാറ്റിക്കാണ്. അപ്പൊ വിനീതേട്ടൻ നമ്മളോട് അങ്ങനെ അയ്യോ അത് വേണ്ടാന്ന് പറയട്ടെ, പക്ഷെ പറയും ആ സാരില്ല രേഷ പുള്ളി നോക്കും അല്ലെ. അപ്പൊ ഞാൻ മനസ്സിലാക്കിയെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു വേണം വിനീതേട്ടന് അത് പോയിട്ട് പറയാം, ബട്ട് ഹി ഡസൻ ഡു ഇറ്റ്. കാരണം അത് ഞാൻ പഠിച്ച പാടാണ്, യു ഷുഡ് നോട്ട് ഡു ഇറ്റ് എന്ന് ഞാൻ പഠിച്ചൊരു പാടാണ്. അതായത് ഒരു ഡയറക്ടറിന്റെ സിനിമയാണല്ലോ ഒരു സിനിമ, അപ്പൊ അതിന്റെ ക്രിയേറ്റിവിറ്റിയിൽ നമ്മൾ കയറി ഇടപെടരുത്. എന്തെങ്കിലും കുഞ്ഞ് സജഷൻ ഉണ്ട്, ഇറ്റ്സ് ഫൈൻ, പക്ഷെ ഇറ്റ് ഷുഡ് നോട്ട് ബി ഓവർ ഡൂയിങ് ഇറ്റ്. അപ്പൊ അതൊക്കെ നമ്മള് കുട്ടി കുട്ടി കാര്യങ്ങൾ അങ്ങനെ പഠിച്ചു നന്നായിട്ടുണ്ട്. ഇല്ല ഏട്ടൻ അങ്ങനെ ഒരു ഏട്ടനോട് ചോദിച്ചാൽ പറയും, അങ്ങോട്ട് പോയിട്ടുള്ള പറച്ചിൽ ഞാൻ ഇതുവരെ ഞാൻ അങ്ങനെയായിട്ട് കണ്ടിട്ടില്ല. അല്ലെ, അങ്ങനെ ഒരു കംപ്ലീറ്റ് ഫ്രീഡം എടുക്കുന്ന ഒരു ഡയറക്ടറാണ് വിനീതേട്ടനും അല്ലേ? ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഇപ്പം നമ്മുടെ അടുത്ത് ചില സമയത്ത് ആക്ടേഴ്സ് വന്നിട്ട് കുറെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞിട്ട് അവര് പറയുന്നതാണ് ശരി,
നമ്മൾ വിശ്വസിക്കുന്നതാണോ ശരി, ഇത് രണ്ടും അല്ലാണ്ട് വേറെ എന്തെങ്കിലും ആണോ ശരി എന്നൊക്കെ നമുക്ക് കൺഫ്യൂഷൻ വരും. എനിക്ക് അങ്ങനത്തെ കൺഫ്യൂഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കൺഫ്യൂസ് ചെയ്യിപ്പിക്കാൻ നിൽക്കാറില്ല. ലൊക്കേഷനിൽ എക്സ്പീരിയൻസ്, അത് സ്വന്തം എക്സ്പീരിയൻസ് ആണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഏതായാലും സിനിമ ഈദ് റിലീസാണ്, ഒരു ഫെസ്റ്റിവൽ. എല്ലാവരും നോമ്പൊക്കെ കഴിഞ്ഞ് നോമ്പിൻ്റെ ക്ഷീണമൊക്കെ മാറ്റിയിട്ട് സിനിമ കണ്ടു കളയാം എന്ന് വിചാരിക്കുമ്പോൾ നമുക്ക് തിയേറ്ററിലേക്ക് പോകാൻ ഇൻസ്പയർ ചെയ്യുന്ന പോലത്തെ ഒരു ട്രെയിലറൊക്കെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എന്താണ് പ്രേക്ഷകരുടെ അടുത്ത് പറയാൻ? ഒരു ഫെസ്റ്റിവലിനൊക്കെ വന്ന് ആൾക്കാർക്ക് എൻജോയ് ചെയ്ത് എൻ്റർടൈൻഡ് ആയിട്ട് പോകാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഈ ഈദ് കാലത്ത് എനിക്ക് തോന്നുന്നു ഒരു മാസത്തോളം ഒന്നും കാണാതെ അല്ലെ, നമ്മൾ അധികം ഒന്നും റിലീസ് ഒന്നും ഇല്ലാണ്ട് നിന്നിട്ട് പോകുമ്പം ഭയങ്കര ഫ്രഷ്നെസ് തോന്നാൻ പറ്റിയ ഒരു ആൾക്കാർക്ക് ഇഷ്ടപ്പെടാൻ പറ്റിയ ഒരു കുട്ടി സിനിമയാണെന്നാണ് എൻ്റെ വിശ്വാസം. ഇനി എന്തായാലും വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് വിനീതേട്ടന് ഒരു പാട്ടുകൂടെ പാടി എല്ലാവർക്കും ഒരു ഈദാശംസയൊക്കെ പറയാം. അജീബ് ദാസ്താ ഹൈ കഹാ ശുരു കഹാ ഖതം ये मंजिलें है कौन सी न वो समझ सके न हम अजीब दास्तां है कहाँ शुरू कहाँ ख़त्म ये मंजिलें है कौन सी न वो समझ सके न हम अजीब दास्तां है. അപ്പോൾ ഈദാശംസ പറഞ്ഞോളൂ പ്രേക്ഷകർക്ക്. എല്ലാ പ്രേക്ഷകർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഈദാശംസ.